ഡിയർ ലേണേഴ്സ്, ഏവർക്കും സ്വാഗതം. ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? ഇന്ന് നമ്മൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നോക്കാം. Any change in the existing agreement between the partners leads to a reconstitution of the partnership firm. The partnership firm continues with a changed relationship. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ രണ്ടോ അതിലധികമോ പാർട്ട്നേഴ്സ് ഒരു നിശ്ചിത എഗ്രിമെന്റ് പ്രകാരം ലാഭനഷ്ടങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവരുടെ ലാഭനഷ്ടം പങ്കുവയ്ക്കുന്ന അനുപാതത്തിൽ ഒരു മാറ്റമാവാം, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ എണ്ണത്തിൽ മാറ്റമാവാം. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവരുടെ റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു മാറ്റത്തെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതൊക്കെ രൂപത്തിലാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് നോക്കാം. ഒന്ന്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. രണ്ട്, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ദെൻ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ. ദെൻ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഇങ്ങനെ 4 തരത്തിലാണ് സാധാരണഗതിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഉടച്ചുവാർക്കൽ നടക്കുന്നത്. നിലവിൽ ലാഭനഷ്ടം പങ്കുവയ്ക്കുന്ന അനുപാതത്തിൽ ഒരു മാറ്റം അവർ നിർദ്ദേശിച്ചു പരസ്പരം സമ്മതിക്കുകയാണെങ്കിൽ അത് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടും. അതുപോലെ തന്നെ നിലവിലുള്ള സ്ഥാപനത്തിലേക്ക് പുതുതായി ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുകയാണ്, പ്രവേശിപ്പിക്കുകയാണെങ്കിൽ, നിലവിലുള്ള ഫേമിൽ നിന്നും ഒരാൾ പിരിഞ്ഞു പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരണപ്പെടുകയാണെങ്കിൽ സ്ഥാപനത്തിന്റെ പങ്കാളികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മാറ്റം വരുന്നു. ഇങ്ങനെ എനി ചേഞ്ച് ഇൻ ദി എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ് ഈസ് ടേംഡ് ആസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതുതായി പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പാർട്ട്ണർ പ്രവേശിക്കുന്ന ഒരു സാഹചര്യവും അതിനോടനുബന്ധിച്ച് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വരുന്ന മാറ്റവും ആണ്. സോ എന്താണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് നോക്കാം. ദ ഇൻക്ലൂഷൻ ഓഫ് എ പേഴ്സൺ ആസ് എ പാർട്ട്ണർ ടു ആൻ എക്സിസ്റ്റിംഗ് ഫേം ഈസ് നോൺ ആസ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. നിലവിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് പുതുതായി ഒരാളെ പ്രവേശിപ്പിക്കുക, ഇതിനെയാണ് അഡ്മിഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ ന്യൂ കമർ ഈസ് നോൺ ആസ് ന്യൂ പാർട്ട്ണർ ആൻഡ് ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആർ ടേംഡ് ആസ് ഓൾഡ് പാർട്ട്നേഴ്സ്. പുതുതായി സ്ഥാപനത്തിലേക്ക് വന്ന വ്യക്തി, അയാളെയാണ് നമ്മൾ ന്യൂ പാർട്ട്ണർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിലവിൽ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന പങ്കാളികളെ ഓൾഡ് പാർട്ട്നേഴ്സ് എന്നും വിളിക്കും. പുതുതായി ഫേമിലേക്ക് വരുന്ന ഒരു പാർട്ട്ണറുടെ അവകാശങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. ഒന്ന്, റൈറ്റ് ടു ഷെയർ ദി അസറ്റ്സ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഫേം. നിലവിൽ സ്ഥാപനത്തിലുള്ള പങ്കാളികളെ പോലെ തന്നെ പുതുതായി വരുന്നയാൾക്കും ആ സ്ഥാപനത്തിന്റെ എല്ലാ അസറ്റിന്റെ മേലും അവകാശം ലഭിക്കുന്നു. കൂടാതെ റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് പ്രവേശിക്കുന്ന അന്നു മുതൽ ഉള്ള ലാഭത്തിൽ ഒരു പങ്ക് പുതിയ പങ്കാളിക്ക് കൂടി ലഭിക്കുന്നു. സോ പുതുതായി ഫേമിലേക്ക് പ്രവേശിക്കുന്ന ഒരു പാർട്ട്ണർക്ക് 2 അവകാശങ്ങളാണുള്ളത്. ഒന്ന്, റൈറ്റ് ടു ഷെയർ ദി അസറ്റും, സെക്കൻഡ്, റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റും. ഇതിനു വേണ്ടി ഇദ്ദേഹം ഫേമിലേക്ക് ക്യാപിറ്റലും ഗുഡ്വില്ലും കൊണ്ടുവരുന്നുണ്ട്. പുതുതായി ഒരു പാർട്ട്ണറെ ഫേമിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അക്കൗണ്ടിങ്ങിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന്,
calculation of new profit sharing ratio. Second one is calculation of sacrificing ratio. Then valuation and adjustment of goodwill, a revaluation of assets and reassessment of liabilities, distribution of accumulated profits and reserve, adjustment of partners capital. ഇങ്ങനെ 6 അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആണ് പുതുതായി ഒരു വ്യക്തി പാർട്ണർഷിപ്പ് ഫേമിലേക്ക് പാർട്ണർ എന്ന നിലയിൽ വരുമ്പോൾ സ്ഥാപനത്തിൽ വരുന്ന മാറ്റങ്ങൾ. ഈ 6 കാര്യങ്ങളും വളരെ വിശദമായി വരും ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന 2 എലമെന്റുകളാണ്. ബാക്കിയുള്ളവ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായിട്ട് കാണാം. സോ എന്താണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് നോക്കാം. The ratio in which continuing partners share the profits of the new firm is termed as new ratio. പുതിയ പങ്കാളി കൂടി ഉൾപ്പെടുന്ന ആ സ്ഥാപനത്തിലെ ലാഭനഷ്ടങ്ങൾ പങ്കാളികൾ പങ്കുവയ്ക്കുന്ന അനുപാതത്തിനാണ് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. നിലവിലുള്ള സ്ഥാപനത്തിലേക്ക് ഒരാൾ കൂടി പാർട്ണറായി വരുമ്പോൾ അദ്ദേഹത്തിന് ലാഭത്തിൽ ഒരു പങ്കിന് അർഹതയുണ്ട് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഇങ്ങനെ പുതിയ പങ്കാളി അടക്കം എല്ലാവരുടെയും ലാഭനഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്ന അനുപാതം ഏതാണോ അതിനെയാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. എങ്കിൽ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഏതാ? യെസ്, ഓൾഡ് പങ്കാളികൾ നിലവിൽ ലാഭനഷ്ടങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്ന അനുപാതം ഏതോ അതിനെയാണ് നമ്മൾ ഓൾഡ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ദ റേഷ്യോ ഇൻ വിച്ച് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള ആളുകൾ, അവരാണ് ഓൾഡ് പാർട്ണർ, ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം ഈസ് ടേംഡ് ആസ് ഓൾഡ് റേഷ്യോ. എങ്കിൽ അടുത്തത് സാക്രിഫൈസിംഗ് റേഷ്യോയാണ്. സാക്രിഫൈസ് ചെയ്യുക മീൻസ് ത്യജിക്കുക, വിട്ടു നൽകുക എന്നൊക്കെ പറയും. So, the ratio in which all the partners sacrifice or surrender their share of profit in favor of the newcomer is known as sacrificing ratio. പുതുതായി സ്ഥാപനത്തിലേക്ക് വന്ന പങ്കാളിക്ക് പഴയ പങ്കാളികൾ അവരുടെ ലാഭത്തിൽ നിന്നും ഒരു പങ്ക് വിട്ടു നൽകുന്നു. ഏതനുപാതത്തിലാണോ പഴയ പങ്കാളികൾ പുതിയ ആൾക്കു വേണ്ടി തങ്ങളുടെ ലാഭത്തിൽ നിന്നും വിട്ടു നൽകിയത് ആ അനുപാതത്തിനാണ് സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. സാക്രിഫൈസ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. പാർട്ട്ണറുടെ ഓൾഡ് റേഷ്യോയിൽ നിന്നും ന്യൂ റേഷ്യോ കുറച്ചാൽ ലഭിക്കുന്നതാണ് സാക്രിഫൈസ്. നിലവിലുള്ള പങ്കാളികൾ അവരുടെ ലാഭത്തിൽ നിന്നും ഒരു പങ്ക് പുതുതായി വന്ന വ്യക്തിക്ക് വിട്ടു നൽകുന്നു. അതിനുശേഷം ഇവർക്ക് അവശേഷിക്കുന്ന ലാഭവിഹിതം ഏതോ അതാണ് ന്യൂ റേഷ്യോ. സോ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് വിളിക്കും. The new partner acquires his share in profit from the old partners. Thus, the ratio of the new partner is the sacrifice of old partners. ഓൾഡ് പാർട്ട്നേഴ്സ് എന്താണോ സാക്രിഫൈസ് ചെയ്യുന്നത് അതായിരിക്കും ന്യൂ പാർട്ട്ണറുടെ റേഷ്യോ എന്ന് അറിയപ്പെടുക. സോ നമുക്ക് ഒരു ഇല്ലസ്ട്രേഷൻ സോൾവ് ചെയ്തുകൊണ്ട് ന്യൂ റേഷ്യോ, സാക്രിഫൈസ് റേഷ്യോ എന്നിവ വളരെ വിശദമായിട്ട് തന്നെ ഒന്ന് നോക്കാം. ന്യൂ പാർട്ട്ണർ അക്വയർ ഹിസ് ഷെയർ ഫ്രം ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ഓൾഡ് റേഷ്യോ. ഓൾഡ് പങ്കാളികൾ അവരുടെ ഓൾഡ് റേഷ്യോയിൽ തന്നെ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അനിൽ ആൻഡ് വിശാൽ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:2. They admit Dinesh as a partner for 1/5 share in the future profits of the firm. Calculate the new profit sharing ratio and sacrificing ratio. അനിൽ, വിശാൽ എന്നിവർ 3:2 ലാഭനഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്നു.
അവർ ദിനേശ് എന്ന് പറയുന്ന ഒരു പാർട്ട്ണറെ 1/5 ഷെയർ ഓഫ് പ്രോഫിറ്റിന് അഡ്മിറ്റ് ചെയ്യുന്നു. സ്ഥാപനത്തിന്റെ ന്യൂ റേഷ്യോയും പഴയ പങ്കാളികളുടെ സാക്രിഫൈസിങ് റേഷ്യോയുമാണ് കാണേണ്ടത്. സോ നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോകാം. റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. അതായത് ആകെ ലാഭത്തെ 5 ഭാഗിച്ചാൽ അതിൽ 3 ഭാഗം അനിലിനും 2 ഭാഗം വിശാലിനും ലഭിക്കും. അതാണ് 3:2 എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ദിനേശ് എന്ന് പറയുന്ന പാർട്ട്ണറെ നാം അഡ്മിറ്റ് ചെയ്യുന്നത്. ദിനേശിന് 1/5 ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് നൽകുന്നത്. സോ ആകെയുള്ള ലാഭം 1 പരിഗണിക്കുക. ലെറ്റ് ടോട്ടൽ പ്രോഫിറ്റ് ഈക്വൽസ് 1. ഈ ലാഭത്തിൽ നിന്നുമാണ് ദിനേശിന് നമ്മൾ 1/5 കൊടുക്കുന്നത്. ദിനേശ് ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/5. 1/5 എന്ന് പറഞ്ഞാൽ ആകെയുള്ള ലാഭത്തെ 5 ഭാഗിച്ചാൽ അതിൽ ഒരു വിഹിതം ദിനേശിന് നൽകുന്നുവെന്ന് സാരം. ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ഇൻടു 5 ഈക്വൽ പാർട്സ്. ഔട്ട് ഓഫ് ദിസ് 1 part is given to ദിനേശ്. സോ 1/5 ദിനേശിന് കൊടുത്തു. ഇനി അവശേഷിക്കുന്നത് എന്താ? യെസ്, 4 പാർട്സ് ആണ് ഇനി ബാക്കിയുള്ളത്. സോ റിമൈനിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 മൈനസ് 1/5 ആണ്. 1 എന്ന് പറയുന്നത് ആകെ ലാഭമാണ്. ദിനേശിന്റെ ഷെയർ 1/5 ആണ്. സോ നമ്മൾ 1 എന്ന് പറയുന്ന ആകെ ലാഭത്തെ 5 ഭാഗിച്ചതിനാൽ 5/5 എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ ആൻസർ 1 ആണല്ലോ. സോ നമ്മൾ ഈ ഇക്വേഷനെ ഒന്ന് റീഡ്രാഫ്റ്റ് ചെയ്താൽ 5/5 മൈനസ് 1/5. 5/5 എന്ന് പറയുന്നത് 1 ആണ്. മൈനസ് 1/5. സോ ഇവിടെ നോക്കുക, ഡിനോമിനേറ്റർ 2 സെയിം ആണ്. 2ന്റെ ഡിനോമിനേറ്റർ 5 ആണ്. സോ 5 മൈനസ് 1 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5. ഒരിക്കൽ കൂടി നോക്കുക. ടോട്ടൽ പ്രോഫിറ്റ് 1 എന്ന് പരിഗണിക്കുക. അതിൽ നിന്നും ദിനേശ് എന്ന പുതിയ പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കുറയ്ക്കുക. സോ 1 മൈനസ് 1/5 എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ഒരു സംഖ്യയിൽ നിന്നും ഒരു ഫ്രാക്ഷനെയാണ് നമുക്ക് കുറയ്ക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു? ആ 1 എന്ന് പറയുന്ന സംഖ്യയെ 5/5 എന്ന് റീഡ്രാഫ്റ്റ് ചെയ്തു. എന്തുകൊണ്ട് 5/5 എന്ന് എടുത്തേ? യെസ്, ദിനേശിന്റെ ഷെയർ 1/5 ആണ്. അതിന്റെ ഡിനോമിനേറ്റർ 5 ആയതിനാൽ നമ്മൾ നമ്മളുടെ കൈവശമുള്ള ആകെ ലാഭത്തെ 5 ഭാഗിക്കണം എന്ന് സാരം. സോ 5/5 മൈനസ് 1/5 എന്നാണ്. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതിനാൽ നമ്മൾ 5 മൈനസ് 1 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5 ആണ്. ഈ 4/5 എന്ന് പറയുന്ന റിമൈനിങ് പ്രോഫിറ്റ് ആർക്ക് അർഹതപ്പെട്ടതാ? യെസ്, ഇത് ഓൾഡ് പാർട്ട്നേഴ്സിനുള്ളതാണ്. ഓൾഡ് പാർട്ട്നേഴ്സ് റിമൈനിങ് പ്രോഫിറ്റിനെ ഏത് അനുപാതത്തിൽ ഡിവൈഡ് ചെയ്യും? യെസ്, റിമൈനിങ് പ്രോഫിറ്റ് ഈസ് ടു ബി ഷെയർഡ് ബൈ അനിൽ ആൻഡ് വിശാൽ ഇൻ ദയർ ഓൾഡ് റേഷ്യോ. അവരുടെ ഓൾഡ് റേഷ്യോ എത്രയായിരുന്നു? യെസ്, 3:2. സോ അനിലിന്റെ ന്യൂ റേഷ്യോ നോക്കാം. അനിലിന്റെ ഷെയർ സമം റിമൈനിങ് പ്രോഫിറ്റ് ഇൻടു ഓൾഡ് റേഷ്യോ ആണ്. റിമൈനിങ് പ്രോഫിറ്റിനെ ഓൾഡ് റേഷ്യോയിൽ മൾട്ടിപ്ലൈ ചെയ്യുക. റിമൈനിങ് പ്രോഫിറ്റ് 4/5 ഇൻടു ഓൾഡ് റേഷ്യോ 3/5. എങ്ങനെ 3/5 വന്നേ? 3:2 ആണ് അവരുടെ റേഷ്യോ. 3 + 2 അതാണ് 5. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററെ ന്യൂമറേറ്റർ കൊണ്ടും ഡിനോമിനേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ടും ഗുണിക്കുക. സോ 4 × 3 ഡിവൈഡഡ് ബൈ 5 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 25. ഇനി വിശാൽ എന്ന അടുത്ത പാർട്ട്ണറുടെ ന്യൂ റേഷ്യോ നോക്കാം.
റിമൈനിങ് പ്രോഫിറ്റ് 4/5 തന്നെ ഇൻറ്റു ഓൾഡ് റേഷ്യോ 2/5 ആണ്. 3:2 ആണ് അവരുടെ ഓൾഡ് റേഷ്യോ. അതിൽ 2 എന്ന് പറയുന്നതാണ് വിശാലിൻ്റെത്. സോ 2/5 മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 2 ഡിവൈഡഡ് ബൈ 5 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 25. നോക്കുക, ആകെയുള്ള ലാഭത്തെ 25 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ ദിനേശിന്റെ ഷെയർ 1/5 ആണ്. ബാക്കി രണ്ടുപേരുടെയും റേഷ്യോ 25 ഉള്ളത്. ദിനേശിന്റെ മാത്രം 1/5. സോ അതിനെ 25 എന്ന ഡിനോമിനേറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 25 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 1 that is equal to 5 × 1 divided by 25. 25 എന്ന് പറയുന്നത് കോമൺ ഡിനോമിനേറ്റർ ആണ്. കോമൺ ഡിനോമിനേറ്ററിനെ 1/5 ഡിനോമിനേറ്റർ ആയ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് 25 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത്. അതിനെ 1/5 ന്യൂമറേറ്റർ ആയ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 5 × 1 divided by 25 that is equal to 5 divided by 25. So ഇവിടെ റേഷ്യോ നോക്കുക. അനിൽ 12, വിശാൽ 8, ദിനേശ് 5. That is new ratio equals 12/25 is to 8/25 is to 5/25. That is equal to 12 is to 8 is to 5. ആകെ ലാഭത്തെ 25 ഈക്വൽ പാർട്സുകളായി ഡിവൈഡ് ചെയ്താൽ അതിൽ 12 ഭാഗം അനിലിന്, 8 വിശാലിനും 5 ദിനേശിനും ലഭിക്കും എന്ന് സാരം. ഇനി സാക്രിഫൈസിങ് റേഷ്യോ കാണാം. സാക്രിഫൈസ് റേഷ്യോ ഈക്വൽസ് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്നാണ്. ഓൾഡ് റേഷ്യോ ഓഫ് അനിൽ ആൻഡ് വിശാൽ 3:2 എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് 3/5 ആൻഡ് 2/5 എന്നാണ്. ന്യൂ റേഷ്യോ നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. 12/25, 8/25, 5/25. സോ അനിൽ സാക്രിഫൈസ് സമം ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോ 3/5 മൈനസ് ന്യൂ റേഷ്യോ 12 ഡിവൈഡഡ് ബൈ 25. അതിൽ ന്യൂമറേറ്റർ 3, 12 എന്നിവയാണ്. ദ ടോപ്പ് നമ്പർ ഇൻ എ ഫ്രാക്ഷൻ, അതാണ് ന്യൂമറേറ്റർ. ഇറ്റ് ഷോസ് ഹൗ മെനി പാർട്സ് വി ഹാവ്. ദാറ്റ് ഈസ് 3/5 എന്ന് പറയുന്ന റേഷ്യോയിൽ 3 എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ന്യൂമറേറ്റർ എന്ന് വിളിക്കുന്നത്. ദെൻ ഡിനോമിനേറ്റർ എന്താ? ദ ബോട്ടം നമ്പർ ഈസ് ടേംലെസ് ഡിനോമിനേറ്റർ. ഇറ്റ് ഷോസ് ഹൗ മെനി ഈക്വൽ പാർട്സ് ദി ഐറ്റം ഈസ് ഡിവൈഡഡ് ഇൻ ടു. 3/5 എന്ന ഫ്രാക്ഷനെ നമ്മൾ എടുത്താൽ ഇതിൽ 5നെയാണ് നമ്മൾ ഡിനോമിനേറ്റർ എന്ന് വിളിക്കുന്നത്. പറഞ്ഞാൽ ആകെ ലാഭത്തെ 5 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്താൽ അതിൽ 3 ഭാഗം അനിലിനുണ്ട് എന്ന് സാരം. ഇവിടെ നോക്കുക, നമുക്ക് 3/5, 12/25 ഇവയാണ് സംഖ്യകൾ. ഇത് ഡിഡക്റ്റ് ചെയ്യണം, ലെസ് ചെയ്യണം. സംഖ്യയെ ലെസ് ചെയ്യുമ്പോൾ, ഒരു ഭിന്നസംഖ്യയെ ലെസ് ചെയ്യുമ്പോൾ, അതുപോലെ ആഡ് ചെയ്യുമ്പോൾ കോമൺ ഡിനോമിനേറ്റർ ഉണ്ടാവണം. ഇവിടെ 5, 25 എന്നീ ഡിനോമിനേറ്റർ ആയതിനാൽ ഇവ രണ്ടും ഉൾക്കൊള്ളുന്ന ഏറ്റവും അടുത്ത സംഖ്യ ഏത് എന്ന് നമ്മൾ കാണണം. അതാണ് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നത്. ദാറ്റ് ഈസ് നമ്മൾ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്.
ഇത് പ്യുവർ മാത്തമാറ്റിക്സ് ആണ്. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലായി. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി ഒരു വട്ടം. സോ മാത്തമാറ്റിക്സ് നന്നായി അപ്ലൈ ചെയ്യണം എന്ന് സാരം. സോ നമുക്ക് വളരെ ലളിതമായിട്ട് ഇതിന്റെ കോമൺ ഡിനോമിനേറ്റർ കാണുവാനുള്ള മാർഗം ഈ 5ന്റെയും 25ന്റെയും ഗുണന പട്ടിക ഒന്ന് എഴുതി നോക്കുക. 5ന്റെ ഗുണന പട്ടിക എഴുതിയാൽ 1 5 5, 2 × 5 10, 3 × 5 15, 4 × 5 20, 5 × 5 25 ആ ക്രമത്തിൽ പോകും. 25ന്റേത് 1 × 25 25, 2 25 50 ആ ഒരു ക്രമത്തിൽ പോകും. ഇതിൽ 2 ലൈനിലും ഒരേ വാല്യൂ എവിടെയാണോ കിട്ടിയത് അതാണ് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതായത് 25 എന്ന് പറയുന്ന വാല്യൂ 5നും 25നും കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കാം എന്ന് സാരം. സോ നമ്മൾ 25നെ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു. ഇനി 3/5 എന്ന വാല്യൂവിനെ 25ലേക്ക് കൺവേർട്ട് ചെയ്യണം. ആകെ 5 എണ്ണം ഉള്ളതിൽ 3 ഭാഗം ഉണ്ട് എങ്കിൽ ആകെയുള്ളത് 25 ആണെങ്കിൽ എത്ര ഭാഗം നമുക്കുണ്ടാവും? ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സോ എങ്ങനെ കാണും നോക്കാം. 25 ഡിവൈഡഡ് ബൈ 5. 25 എന്ന് പറയുന്നത് നമ്മുടെ പൊതുഛേദമാണ്, കോമൺ ഡിനോമിനേറ്റർ. ആ കോമൺ ഡിനോമിനേറ്ററിനെ ഇൻഡിവിജ്വൽ ഡിനോമിനേറ്റർ ആയ 5 കൊണ്ട് ഹരിക്കുക. 3/5ന്റെ ഡിനോമിനേറ്റർ 5 ആണ്. സോ കോമൺ ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഇൻഡിവിജ്വൽ ഡിനോമിനേറ്റർ എന്നാണ്. ഇൻറ്റു ഇൻഡിവിജ്വൽ ന്യൂമറേറ്റർ ആണ്. 3/5ന്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 3 ആണ്. സോ ആ 3 കൊണ്ട് നമ്മൾ ഗുണിക്കുന്നു. അതുകൊണ്ടാണ് 25 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 3 എന്ന് നമ്മൾ എഴുതിയത്. ഒരിക്കൽ കൂടി നോക്കുക. 25 എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ഡിനോമിനേറ്റർ ആണ്. ഡിവൈഡഡ് ബൈ 3/5ന്റെ ഡിനോമിനേറ്റർ ആയ 5 ഇൻറ്റു 3/5ന്റെ ന്യൂമറേറ്റർ ആയ 3 മൈനസ് 12 ഡിവൈഡ് ബൈ 25. അത് ഓൾറെഡി 25 തന്നെയാണ് ഉള്ളത്. അതിനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കോമൺ ഡിനോമിനേറ്റർ 25 തന്നെയാണ്. ദെൻ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? യെസ്, 5 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 25 കോമൺ ഡിനോമിനേറ്റർ മൈനസ് 12 ഡിവൈഡ് ബൈ 25 ഈക്വൽസ് 5 ഇൻറ്റു 3 എത്രയാ? യെസ്, 15 ഡിവൈഡഡ് ബൈ 25 മൈനസ് 12 ഡിവൈഡ് ബൈ 25. സോ 15 മൈനസ് 12. ഇപ്പൊ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആയി. സോ ഒരു തവണ ഡിനോമിനേറ്റർ എഴുതിയാൽ മതി. ഡിവൈഡ് ബൈ 25. 15 മൈനസ് 12 ഡിവൈഡ് ബൈ 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 മൈനസ് 12 എത്രയാ? യെസ്, 3 ഡിവൈഡ് ബൈ 25. സോ അനിലിന്റെ സാക്രിഫൈസ് നമ്മൾ കണ്ടത് അനിലിന്റെ ഓൾഡർ റേഷ്യോയിൽ നിന്നും അനിലിന്റെ ന്യൂ റേഷ്യോ ലെസ് ചെയ്തു. അനിലിന്റെ ഓൾഡർ റേഷ്യോ 3/5 ആണ്. ന്യൂ റേഷ്യോ 12/25 ഇവിടെ ഡിനോമിനേറ്റർ വ്യത്യസ്തമായതിനാൽ നാം കോമൺ ഡിനോമിനേറ്റർ കണ്ടെത്തി. കോമൺ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 5, 25 എന്നീ സംഖ്യകൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഏറ്റവും അടുത്ത സംഖ്യ, അതാണ് കോമൺ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. സോ 25 എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു. ഇനി ആ കോമൺ ഡിനോമിനേറ്ററിൽ ഇൻഡിവിജ്വൽ ഡിനോമിനേറ്റർ ആയ 5 എത്ര ടൈംസ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കിയത്. 5 ടൈംസ് എന്ന് മനസ്സിലായി. അത് ഇൻറ്റു ഓൾഡ് റേഷ്യോയുടെ ന്യൂമറേറ്റർ ആയ 3. സോ 5 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 25 മൈനസ് ന്യൂ റേഷ്യോ. ന്യൂ റേഷ്യോ ഓൾറെഡി 25 എന്ന ഡിനോമിനേറ്റർ തന്നെയാണ് ഉള്ളത്. ആയതിനാലാണ് അതിന് മാറ്റമൊന്നുമില്ല. സോ 5 ഇൻറ്റു 3 15 മൈനസ് 12
ദാറ്റ് ഈസ് ഈക്വൽ ടു 3/25. ഇനി ഇതുപോലെ വിശാലിൻ്റെ സാക്രിഫൈസ് റേഷ്യോ കാണാം. വിശാലിൻ്റെ ഓൾഡ് റേഷ്യോ 2/5 മൈനസ് ന്യൂ റേഷ്യോ 8/25 ആണ്. ഇവിടെയും നമ്മൾ കോമൺ ഡിനോമിനേറ്റർ 25 തന്നെ കണ്ടു. 25നെ 2/5ന്റെ ഡിനോമിനേറ്ററായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു ന്യൂമറേറ്ററായ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുകൊണ്ടാണ് 25 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 2 എന്ന് എഴുതിയത്. മൈനസ് ന്യൂ റേഷ്യോ 8/25. ഇനി 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 5 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 25 കോമൺ ഡിനോമിനേറ്റർ മൈനസ് 8/25. 5 ഇൻറ്റു 2 എത്രയാ? 10/25 മൈനസ് 8/25. ഇപ്പോൾ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആയി. സോ നമ്മൾ എഴുതി 10 മൈനസ് 8 ഡിവൈഡഡ് ബൈ 25. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 25. സോ ഇപ്പോൾ രണ്ട് പേരുടെയും സാക്രിഫൈസ് നമ്മൾ കണ്ടെത്തി. അനിലിൻ്റേത് 3/25 വിശാലിൻ്റേത് 2/25. ദാറ്റ് ഈസ് സാക്രിഫൈസ് റേഷ്യോ ഈക്വൽസ് 3:2. ഈ 3:2 നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. യെസ്, ക്വസ്റ്റ്യന്റെ ആരംഭത്തിൽ തന്നെ ഓൾഡ് റേഷ്യോ ഓഫ് പാർട്ട്നേഴ്സ് 3:2 എന്നാണ്. 3/5 2/5 എന്നാണ് ഓൾഡ് റേഷ്യോ എന്ന് ക്വസ്റ്റ്യന്റെ ആരംഭത്തിൽ തന്നെ തന്നിട്ടുണ്ട്. സോ if nothing is specified as to how does the new partner acquire his share from the old partners, then old ratio and sacrifice ratio are same. പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു, അദ്ദേഹത്തിന് നിശ്ചിത വിഹിതം നൽകി. ഇത് ഓരോരുത്തരും ഏത് അനുപാതത്തിലാണ് നൽകിയത് എന്ന് പ്രത്യേകമായി സൂചനയൊന്നുമില്ല എങ്കിൽ ഓൾഡ് റേഷ്യോയെ തന്നെ നൽകി എന്ന് അസംഷൻ. ദാറ്റ് ഈസ് ഓൾഡ് റേഷ്യോ ആൻഡ് സാക്രിഫൈസ് റേഷ്യോ ആർ സെയിം. നമ്മൾ സാക്രിഫൈസ് റേഷ്യോ കാണാതെ തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ ഏതാണ് എന്ന് അനുമാനിച്ചെടുക്കാൻ പറ്റും. കണ്ടീഷൻ ഏതാണ്? ഓൾഡ് പാർട്ട്ണറിൽ നിന്നും എങ്ങനെയാണ് പുതിയ പങ്കാളികളുടെ വിഹിതം ലഭിച്ചത് എന്ന് പ്രത്യേകമായ സൂചനയില്ല. ഇവിടെ പറയുന്നത് ദിനേഷ് ഈസ് അഡ്മിറ്റഡ് ഫോർ 1/5 ഷെയർ. ഇത് ഓരോരുത്തരും എങ്ങനെ നൽകിയെന്ന് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ ഓൾഡ് റേഷ്യോയിലാണ് നൽകിയത് എന്ന് അസ്യൂം ചെയ്യുന്നു എന്ന് സാരം. നമുക്ക് ഇനി ഓൾഡ് റേഷ്യോ ഒന്ന് നോക്കാം. ഓൾഡ് റേഷ്യോ ഓഫ് അനിൽ ആൻഡ് വിശാൽ 3:2 ആണ്. 3:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/5 2/5 ആണ്. ഈ ഓൾഡ് റേഷ്യോയെ 25 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് 15/25 10/25 ലഭിച്ചത്. ഓൾഡ് റേഷ്യോയെ 25 എന്ന ഡിനോമിനേറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. സാക്രിഫൈസ് റേഷ്യോ കാണാൻ വേണ്ടി ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്നാണ് എടുത്തത്. അവിടെ ഓൾഡ് റേഷ്യോയുടെ തത്തുല്യ ഫാക്ടർ 15/25 ആണ്. അതേപോലെ വിശാലിൻ്റെത് 10/25 ആണ്. സോ അവരുടെ ഓൾഡ് റേഷ്യോ 3:2 എന്ന് പറയുന്ന ഓൾഡ് റേഷ്യോ 25 എന്ന ഡിനോമിനേറ്ററിലേക്ക് മാറിയപ്പോൾ 15:10 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 15/25 10/25 ആണ്. ആകെ ലാഭത്തെ 25 ഭാഗിച്ചാൽ അതിൽ 15 ഭാഗം അനിലിനും 10 ഭാഗം വിശാലിനുമാണ്. അതാണ് 15:10 എന്ന് പറയുന്നത്. 3:2 എന്ന് പറയുന്നതും 15:10 എന്ന് പറയുന്നതും തുല്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെയാണ് നമ്മൾ പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തത്. നിലവിലുള്ള പങ്കാളികൾ ലാഭനഷ്ടങ്ങൾ പങ്കുവെക്കുന്ന അനുപാതത്തെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത്. പുതിയ പങ്കാളി അടക്കം ഉള്ള പാർട്ട്നേഴ്സ് ലാഭം പങ്കുവെക്കുന്നതിനെ
ന്യൂ റേഷ്യോ എന്ന് വിളിക്കുന്നു. അതുപോലെ പുതിയ പങ്കാളിക്ക് വേണ്ടി നിലവിലുള്ളവർ തങ്ങളുടെ ലാഭത്തിൽ നിന്നും വിട്ടു നൽകുന്ന ലാഭവിഹിതത്തെയാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 അല്ലെങ്കിൽ 15:10 ആണ്. സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് അവരുടെ ഓൾഡ് റേഷ്യോ തന്നെയായ 3:2 ആണ്. ന്യൂ റേഷ്യോ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു 12:8:5. സോ ഓൾഡ് റേഷ്യോ 15:10 നിൽക്കുന്നു. സാക്രിഫൈസ് റേഷ്യോ അനിലിന്റെ സാക്രിഫൈസ് എത്രയാണ്? 3/25 ആണ്. എന്താ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ഒരു പങ്കാളി മറ്റൊരാൾക്ക് വേണ്ടി വിട്ടു നൽകുന്ന ലാഭവിഹിതത്തെയാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. സോ അനിൽ ദിനേഷിനു വേണ്ടി തന്റെ ലാഭത്തിൽ നിന്നും 3/25 ഭാഗമാണ് വിട്ടു നൽകിയത്. സോ അനിലിന്റെ സാക്രിഫൈസ് 3/25. അതായത് അനിലിന് 15 പാർട്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും 3 1 2 3 ഇത് ദിനേഷിനായി വിട്ടു നൽകുന്നു. എങ്കിൽ അനിലിന് ഇനി അവശേഷിക്കുന്ന എത്രയേ ഉള്ളൂ? 12 ഭാഗമാണ് അനിലിന് ബാക്കിയുള്ളത്. 15 ഉണ്ടായിരുന്നു, അതിൽ നിന്നും 3 ദിനേഷിന് വിട്ടു നൽകി. സോ 15-ന്ന് 3 കുറച്ചു. ഈ 15 എന്ന് പറയുന്നത് എന്താ? ഓൾഡ് ആണ്. 3 എന്താ? സാക്രിഫൈസ് ആണ്. സോ ന്യൂ റേഷ്യോ ഈക്വൽസ് ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. ഓൾഡ് റേഷ്യോ എത്ര? 15/25 മൈനസ് സാക്രിഫൈസ് റേഷ്യോ 3/25. ദാറ്റ് ഈസ് ഈക്വൽ ടു 12/25. ഇനി വിശാലിന്റെ നോക്കുക. വിശാലിന്റെ സാക്രിഫൈസ് 2/25. വിശാല് 2 ഭാഗമാണ് ദിനേഷിന് വേണ്ടി വിട്ടു നൽകിയത്. തന്റെ ലാഭത്തിൽ നിന്നും 24, 25 എന്നീ 2 പാർട്സ് വിശാൽ ദിനേഷിന് വേണ്ടി നൽകി. സോ വിശാലിന് ആകെ എത്രയുണ്ടായിരുന്നു? 10 പാർട്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 2 നൽകിയാൽ ഇനി വിശാലിന് എത്ര ബാക്കിയുള്ളൂ? 8 ഭാഗമായിരിക്കും വിശാലിന് അവശേഷിക്കുന്നത്. സോ വിശാലിന്റെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോയിൽ നിന്ന് സാക്രിഫൈസ് കുറയ്ക്കുന്നതാണ്. ഓൾഡ് റേഷ്യോ 10/25 മൈനസ് സാക്രിഫൈസ് 2/25. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/25. ഇനി ദിനേഷിന്റെ കേസ് നോക്കാം. ദിനേഷിന്റെ റേഷ്യോ എന്ന് പറയുന്നത് സാക്രിഫൈസ് ഓഫ് അനിൽ പ്ലസ് സാക്രിഫൈസ് ഓഫ് വിശാൽ ആണ്. അനിൽ, വിശാൽ എന്നിവർ വിട്ടു നൽകിയതാണ് ദിനേഷിന് ലഭിച്ച ഓഹരി. സോ ദിനേഷിന് ലഭിച്ചത് ആകെ 5 പീസാണ്. ഏതൊക്കെ? അനിൽ നൽകിയ 1 2 3 എന്നിവയും വിശാൽ നൽകിയ 24, 25 എന്നീ ഭാഗവും എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ആകെ 5 പാർട്സ് ദിനേഷിനുണ്ട്. സോ ദിനേഷിന്റെ റേഷ്യോ എന്ന് പറയുന്നത് സാക്രിഫൈസ് ഓഫ് അനിൽ പ്ലസ് സാക്രിഫൈസ് ഓഫ് വിശാൽ എന്നാണ്. അനിലിന്റെ സാക്രിഫൈസ് 3/25 ആണ് പ്ലസ് വിശാലിന്റെ സാക്രിഫൈസ് 2/25. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/25. സോ പാർട്ട്നേഴ്സിന്റെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 12:8:5 എന്നീ ക്രമത്തിലാണ്. അനിലിന് 12 ഭാഗം, വിശാലിന് 8, ദിനേഷിന് 5. ദിനേഷിന്റെ ഈ 5 വിഹിതം എന്ന് പറയുന്നത് അനിൽ, വിശാൽ എന്നിവർ വിട്ടു നൽകിയ സാക്രിഫൈസ് ചെയ്ത ലാഭവിഹിതമാണ്. അവരുടെ ഓൾഡ് റേഷ്യോയിൽ നിന്നും സാക്രിഫൈസ് കുറച്ചപ്പോൾ അവരുടെ ന്യൂ റേഷ്യോ ലഭിച്ചു എന്ന് സാരം. സോ നമുക്ക് മറ്റൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. Anu and Binu are partners in a firm sharing profits in 3:2. They admitted Saju as a new partner for 3/7 share, which he took 2/7 from Anu and 1/7 from Binu. Calculate new profit sharing ratio.
3:2 ലാഭനഷ്ടങ്ങൾ പങ്കുവെക്കുന്നവർ. സാജു എന്ന് പറയുന്ന പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തിന് 3/7 ഭാഗമാണ് നൽകിയത്. ആ 3/7 2 ഭാഗം അനുവും 1 ഭാഗം ബിനുവുമാണ് നൽകിയത്. അവരുടെ ഓൾഡ് റേഷ്യോ 3:2 ആണ്. പക്ഷെ സാക്രിഫൈസ് ചെയ്തത് 2:1 എന്ന് ഓർമ്മിക്കുക. So, the new partner acquire his share in profit from old partner. Thus, the ratio of new partner is the sacrifice of old partners. ന്യൂ പാർട്ട്ണർ ആയ സാജുവിന്റെ റേഷ്യോ എന്ന് പറയുന്നത് അനുവിന്റെയും ബിനുവിന്റെയും സാക്രിഫൈസിന്റെ സമ്മാണ്. സാജുവിന് എന്താ ലഭിച്ചത്? 3/7 ആണ്. ആ 3/7 എന്ന് പറയുന്നത് 2/7 ഓഫ് അനു ആൻഡ് 1/7 ഓഫ് ബിനു ആണ്. ഇനി ഇവരുടെ ന്യൂ റേഷ്യോ എങ്ങനെ കാണും? ന്യൂ റേഷ്യോ ഈക്വൽസ് ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസ് ആണ്. ഓൾഡ് റേഷ്യോയിൽ നിന്നും സാക്രിഫൈസ് ലെസ് ചെയ്താൽ ന്യൂ റേഷ്യോ കിട്ടും. ഓൾഡ് റേഷ്യോ 3:2 ആണ്. അതായത് 3/5 2/5. സോ അനുവിന്റെ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൾഡ് റേഷ്യോ ആയ 3/5 മൈനസ് സാക്രിഫൈസ്. സാക്രിഫൈസ് എത്ര? 2/7 ആണ്. 3/5 നിന്നും 2/7 ആണ് കുറയ്ക്കേണ്ടത്. ഇവിടെ നോക്കുക, ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. ഒരു ആളുടേത് 5ഉം സാക്രിഫൈസ് റേഷ്യോയുടേത് 7ഉമാണ്. എന്ന് പറഞ്ഞാൽ 5, 7 എന്നിവയാണ് ഇവിടുത്തെ ഡിനോമിനേറ്റർ. ഭിന്നസംഖ്യകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ കോമൺ ഡിനോമിനേറ്റർ എടുക്കണം. സോ ഇവിടെ 5, 7 എന്നീ സംഖ്യകൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും അടുത്ത ഡിനോമിനേറ്റർ ഛേദം, പൊതുഛേദം ഏതാണ്? കോമൺ ഡിനോമിനേറ്റർ ഏത് എന്ന് നോക്കാം. നമ്മൾ എന്താ ചെയ്യണ്ടേ? 5ന്റെയും 7ന്റെയും ഗുണനപ്പട്ടിക ഒന്ന് എഴുതി നോക്കുക. 5ന്റെ ഗുണനപ്പട്ടിക എഴുതുമ്പോൾ 5, 10, 15, 20, 25, 30, 35, 40 എന്ന ക്രമത്തിൽ പോകും. 7ന്റെ ആകുമ്പോൾ 7, 14, 21, 28, 35, 42, 49 എന്ന ക്രമത്തിൽ പോയി. ഇവിടെ നോക്കുക, രണ്ടെണ്ണത്തിലും 35 എന്ന ഒരു സംഖ്യ നമ്മൾ കാണുന്നുണ്ട്. 5ന്റെ ഗുണനപ്പട്ടികയിലും 7ന്റെ ഗുണനപ്പട്ടികയിലും 35 എന്ന് പറയുന്നൊരു സംഖ്യ കണ്ടോ? ആയതിനാൽ ഈ 35നെ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കാം. എന്ന് പറഞ്ഞാൽ 5, 7 എന്നീ സംഖ്യകൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും അടുത്ത സംഖ്യ 35 ആണ് എന്ന് സാരം. പൂർണ്ണമായും ശിഷ്ടമില്ലാതെ ഉൾക്കൊള്ളുന്ന സംഖ്യയാണ്. സോ നമുക്ക് 35നെ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കാം. ഇനി 35 ഡിവൈഡഡ് ബൈ ഇൻഡിവിജ്വൽ ഡിനോമിനേറ്റർ ആയ 5 ഇൻറ്റു ന്യൂമറേറ്റർ 3 മൈനസ് 35 ഡിവൈഡഡ് ബൈ 2/7ന്റെ ഡിനോമിനേറ്റർ 7 ആണ് ഇൻറ്റു ന്യൂമറേറ്റർ 2 ഡിവൈഡഡ് ബൈ 35. ഒരിക്കൽ കൂടി നോക്കുക. കോമൺ ഡിനോമിനേറ്ററായി 35 എടുത്തു. 35നെ 3/5ന്റെ ഡിനോമിനേറ്ററായ 5 കൊണ്ട് ഹരിക്കുക. പിന്നീട് 3/5ന്റെ ന്യൂമറേറ്ററായ അംശമായ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് 2/7നെ 35ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 35 ഡിവൈഡഡ് ബൈ 7. 2/7ന്റെ ഡിനോമിനേറ്റർ ഛേദം 7 ആണ്. അതുകൊണ്ടാണ് 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഇൻറ്റു അതിന്റെ ന്യൂമറേറ്റർ 2 ഡിവൈഡ് ബൈ 35. സോ 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 7 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 35 മൈനസ് 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 ഇൻറ്റു ന്യൂമറേറ്റർ 2 ഡിവൈഡ് ബൈ 35. 7 ഇൻറ്റു 3 എത്രയാ? 21 മൈനസ് 5 ഇൻറ്റു 2 10 ഡിവൈഡഡ് ബൈ 35. 21 മൈനസ് 10 എത്രയാ? 11 ഡിവൈഡ് ബൈ 35. സോ അനുവിന്റെ ന്യൂ റേഷ്യോ 11 ഡിവൈഡ് ബൈ 35 എന്ന് കിട്ടി. ഇങ്ങനെ കിട്ടിയത് 3/5 എന്ന ഓൾഡ് റേഷ്യോയിൽ നിന്നും 2/7 എന്ന സാക്രിഫൈസ് ഡിഡക്റ്റ് ചെയ്തു, ലെസ് ചെയ്തു.
5, 7 എന്നിവയാണ് ഡിനോമിനേറ്റർ. ആയതിനാൽ കോമൺ ഡിനോമിനേറ്ററായി 35 പരിഗണിച്ചു. ആ 35-ൽ 5 എന്ന് പറയുന്ന സംഖ്യ 7 തവണയുണ്ട്. സോ 7 ഇൻറ്റു അതിന്റെ ന്യൂമറേറ്റർ 3 ആണ്. 7 ഇൻറ്റു 3 21. അതായത് 21 ഡിവൈഡഡ് ബൈ 35 എന്ന് പറയുന്നതും 3 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നതും സെയിം ആണ് എന്ന് സാരം. അതേപോലെ 2/7 എന്ന് പറയുന്നതും 10 ഡിവൈഡ് ബൈ 35 എന്ന് പറയുന്നതും സെയിം ആണ്. സോ ഓൾഡ് റേഷ്യോയിൽ നിന്ന് സാക്രിഫൈസ് ലെസ് ചെയ്തു, അപ്പോൾ ന്യൂ റേഷ്യോ ലഭിച്ചു. ബിനുവിന്റെ ന്യൂ റേഷ്യോ കാണാം. ന്യൂ റേഷ്യോ ഈക്വൽസ് ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസ്. ബിനുവിന്റെ ഓൾഡ് റേഷ്യോ 2/5 മൈനസ് സാക്രിഫൈസ് 1/7. 2/5 മൈനസ് 1/7 ആണ്. ഇവിടെ നമ്മൾ മറ്റൊരു രീതി പരിചയപ്പെടുകയാണ്. നിങ്ങൾ സാധാരണ ചെയ്യുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2/5, 1/7 എന്നിവയെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ന്യൂ റേഷ്യോ കാണാം. സോ 2 ഇൻറ്റു 1/7 ഡിനോമിനേറ്ററായ 7 മൈനസ് 1 ഇൻറ്റു 2/5 ഡിനോമിനേറ്ററായ 5 ഡിവൈഡഡ് ബൈ 2 ഡിനോമിനേറ്ററും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2/5 5 ഇൻറ്റു 1/7 7. ഒരിക്കൽ കൂടി നോക്കുക. ആദ്യത്തെ ന്യൂമറേറ്റർ ഇൻറ്റു രണ്ടാമത്തെ സംഖ്യയുടെ ഡിനോമിനേറ്റർ മൈനസ് രണ്ടാമത്തെ സംഖ്യയുടെ ന്യൂമറേറ്റർ ഇൻറ്റു ആദ്യ സംഖ്യയുടെ ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ 2 സംഖ്യകളുടെയും ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. സമം 2 ഇൻറ്റു 7 14 മൈനസ് 1 ഇൻറ്റു 5 5 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 7 35. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഡിവൈഡഡ് ബൈ 35. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് 2 ഡിനോമിനേറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഗുണനഫലമാണ് നമ്മൾ കോമൺ ഡിനോമിനേറ്ററായി എടുക്കുന്നതെങ്കിൽ മാത്രമേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. 5, 7 എന്നീ സംഖ്യകളുടെ പ്രോഡക്റ്റ് ഗുണനഫലം എന്ന് പറയുന്നത് 35 ആണ്. ഈ 35-നെയാണ് നമ്മൾ കോമൺ ഡിനോമിനേറ്ററായി എടുക്കുന്നതെങ്കിൽ മാത്രമേ ഇപ്രകാരം ചെയ്യാൻ പാടുള്ളൂ എന്ന കാര്യം ഓർമ്മിക്കുക. ദെൻ ഇതേ കാര്യം തന്നെ നമുക്ക് ഓൾഡ് റേഷ്യോയെ ഒരു കോമൺ ഡിനോമിനേറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മറ്റൊരു എളുപ്പമാർഗം നോക്കുക. ഇപ്പം നമ്മൾ വിചാരിക്കുക അനുവിൻ്റെ ഓൾഡ് റേഷ്യോ 3/5 ആണ്. കോമൺ ഡിനോമിനേറ്റർ നമ്മൾ 35 ആയിട്ടാണ് എടുത്തത് എങ്കിൽ ഈ 3/5 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കുക. ആകെ 5 ഭാഗിച്ചതിൽ 3 ഭാഗമാണ് അനുവിനുള്ളത്. ദാറ്റ് ഈസ് 3/5. അത് ആകെയുള്ളതിൻ്റെ 60% ആണ്. 3/5 ഇൻറ്റു 100. 3/5 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 60%. ഇതിൻ്റെ അർത്ഥം ആകെയുള്ളതിൻ്റെ 60% അനുവിൻ്റെ ഷെയർ ആണ് എന്നാണ്. അങ്ങനെയെങ്കിൽ 35 ആയി ഡിവൈഡ് ചെയ്താൽ അതിൽ എത്ര ഭാഗം അനുവിന് കിട്ടും? എന്ത് ചെയ്യണം? 35 ഇൻറ്റു 60%. 35-ന്റെ 60% കാണുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 21 ആണ്. സോ അനുവിൻ്റെ
ഓൾഡ് റേഷ്യോയെ കൺവേർട്ട് ചെയ്താൽ 21/35 എന്ന് കിട്ടും. 3/5 എന്ന് പറയുന്നതും 21/35 എന്ന് പറയുന്നതും സെയിം ആണ് എന്ന് സാരം. അപ്പം നമ്മൾ 3 മാർഗങ്ങളാണ് ഒരു കോമൺ ഡിനോമിനേറ്ററിലേക്ക് ഒരു റേഷ്യോയെ കൺവേർട്ട് ചെയ്യുന്നതിന് ഇതുവരെ പരിചയപ്പെട്ടത്. ഇതിലേതെങ്കിലും ഒരു മാർഗം നമുക്ക് സ്വീകരിക്കാം. ദെൻ ഇപ്പോൾ ന്യൂ റേഷ്യോ, 3 പേരുടെ ന്യൂ റേഷ്യോ നോക്കുക. 11/35, 9/35 ആൻഡ് 3/7. ഇവിടെ 2 പേരുടെ റേഷ്യോയുടെ ഡിനോമിനേറ്റർ 35ഉം സാജുവിൻ്റേത് 7ഉം ആണ്. ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ് എന്ന് സാരം. സോ we need to convert it into a common denominator of 35. 35 എന്ന കോമൺ ഡിനോമിനേറ്ററിലേക്ക് സാജുവിൻ്റെ റേഷ്യോയെ മാറ്റുക. സോ കോമൺ ഡിനോമിനേറ്ററായി 35 എടുത്തു. സോ 35 ഡിവൈഡഡ് ബൈ ഇൻഡിവിജ്വൽ ഡിനോമിനേറ്ററായ 7 ഇൻറ്റു ന്യൂമറേറ്ററായ 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 into 3 divided by 35. That is equal to 15 divided by 35. ഇനി നമ്മൾ നേരത്തെ നോക്കിയ പെർസെൻറ്റേജ് വെച്ചിട്ട് ഇതേ റേഷ്യോ എന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. 3/7 എന്ന് പറയുന്നത് 42.85714% ആണ്. 7 ഭാഗിച്ചതിൽ 3 ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആകെ ഉള്ളതിൻ്റെ 42.85714% ഉണ്ട് എന്ന് സാരം. അങ്ങനെയെങ്കിൽ ആകെ ഉള്ളതിനെ 35 ഭാഗിക്കുന്നതെങ്കിൽ അതിൻ്റെ 42.85% വേണ്ടേ? സോ 35 into 42.85714%, അത് 15 ഡിവൈഡഡ് ബൈ 35 തന്നെ ആയിരിക്കും. സോ ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ട് കോമൺ ഡിനോമിനേറ്ററിലേക്ക് റേഷ്യോയെ കൺവേർട്ട് ചെയ്യുക. ഇവിടെ ഈ 15 ഡിവൈഡ് ബൈ 35 എന്ന് പറയുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ സാക്രിഫൈസിന്റെ സം ആണ് എന്ന് നമുക്കറിയാം. അനുവിന്റെ സാക്രിഫൈസ് 10 ഡിവൈഡഡ് ബൈ 35ഉം ബിനുവിൻ്റേത് 5 ഡിവൈഡഡ് ബൈ 35ഉമാണ്. ദാറ്റ് ഈസ് 10/35 പ്ലസ് 5/35. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 ഡിവൈഡ് ബൈ 35. ക്വസ്റ്റ്യന്റെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്നത് സാജു ഈസ് അഡ്മിറ്റഡ് ഫോർ 3/7 ഷെയർ എന്നാണ്. അത് ഓരോരുത്തരും നൽകിയ വിഹിതവും പറഞ്ഞായിരുന്നു 2/7ഉം 1/7 എന്ന്. ഈ 2/7 എന്ന് പറയുന്നതിന്റെ തത്തുല്യ ഫാക്ടർ എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ 35 ആണ്. പ്ലസ് 1/7 എന്ന് പറയുന്നത് 5 ഡിവൈഡ് ബൈ 35 ആണ്. സോ 10 പ്ലസ് 5 ദാറ്റ് ഈസ് 15 ഡിവൈഡ് ബൈ 35 ആണ് സാജുവിന്റെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. സോ ന്യൂ റേഷ്യോ ഓഫ് എ പാർട്ട്ണർ ഈസ് ദ സാക്രിഫൈസ് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്. സോ 3 പേരുടെ ന്യൂ റേഷ്യോ നോക്കുക. 11:9:15. സോ ഇന്ന് നമ്മൾ കണ്ട കാര്യങ്ങളൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. പുതിയ പങ്കാളി അടക്കമുള്ള ആളുകളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ന്യൂ റേഷ്യോ. പഴയ പങ്കാളികൾ ലാഭം പങ്കുവച്ചിരുന്ന അനുപാതത്തെ ഓൾഡ് റേഷ്യോ എന്ന് വിളിക്കുന്നു. പുതിയ പങ്കാളിക്ക് വേണ്ടി പഴയ ആളുകൾ അവരുടെ ലാഭത്തിൽ എന്താണോ വിട്ടു നൽകിയത് അതിനെ സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് വിളിക്കും. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ഈക്വൽ സാക്രിഫൈസിംഗ് റേഷ്യോ. ഓൾഡ് റേഷ്യോയിൽ നിന്ന് സാക്രിഫൈസ് കുറച്ചാൽ ന്യൂ റേഷ്യോ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത്. നമ്മൾ ചെയ്തു പോയ പ്രോബ്ലത്തിന്റെ അതേ രീതിയിലുള്ള 3 ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അവ 3ഉം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. Thank you for your cooperation. Thanks.